മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അസ്ലം, മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടുന്നവർ സംഭവസ്ഥലത്തേക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. ഏത് രീതിയിലാണ് അവരുടെ യാത്ര? ആരൊക്കെയാണ് ഉണ്ടായിരിക്കുക? അപകടത്തിൽ പരിക്കേറ്റവർക്കും മരണപ്പെട്ടവർക്കും വേണ്ടിയുള്ള എന്തൊക്കെ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ്, എന്തൊക്കെ രീതിയിലുള്ള സഹായങ്ങളാണ് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? അപകടത്തെ വളരെ ഗൗരവത്തിൽ തന്നെ എടുത്തിരിക്കുന്ന സർക്കാർ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും നടന്നവരെ, അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ശ്രമങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയും സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അവർ അവിടെ എത്തും. ദുരന്തം നടന്ന സ്ഥലത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി പോലീസിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. DGP-യോടും അവർക്ക് തന്നെ കൊല്ലം പോലീസ് മേധാവിയോടും ആദ്യഘട്ടത്തിൽ സ്ഥലത്തുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകാനും അതോടൊപ്പം തന്നെ മറ്റ് സംഭവങ്ങൾ, ഇതിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. റവന്യൂ മന്ത്രി ദുരന്ത നിവാരണ സമിതി, ജില്ലയിലെ ദുരന്ത നിവാരണ സമിതിയോട് ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് ആരോഗ്യമന്ത്രി ശിവകുമാറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുന്ന അതീവ ഗുരുതര പരിക്കുകളോടെ എത്തുന്ന ആൾക്കാരുടെ സുരക്ഷയും അതോടൊപ്പം തന്നെ അവരുടെ പരിചരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ, ആരോഗ്യ വകുപ്പിലെയും റവന്യൂ വകുപ്പിലെയും ആഭ്യന്തര വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ ഇതിനാവശ്യമായ നിർദ്ദേശങ്ങളുമായി ഓഫീസുകളിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി റവന്യൂ വകുപ്പിലെ നിരവധി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ബന്ധപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ പരവൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ എത്തിയിട്ടുണ്ട്. ആദ്യം ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ച പോലെ അപകടം നടന്ന സ്ഥലത്തുള്ള ആൾക്കാരെ ആശുപത്രികളിലേക്കും മറ്റും എത്തിക്കുക, അവർക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതിനാണ് മുൻഗണന നൽകുന്നത്. അതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് അവർ എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, ധനസഹായം, അതോടൊപ്പം തന്നെ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ നടത്തുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. നിസ, ശരി. അസ്ലാം, റഹീസ് ചേരുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന്. റഹീസ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയുടെയും മറ്റും ആളുകൾക്ക് സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി അവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അധികൃതരായിട്ട് ആരൊക്കെയാണ് എത്തിയിട്ടുള്ളത്? അവരുടെ ഏതൊക്കെ സഹായങ്ങളാണ് അപകടത്തിൽപ്പെട്ട് അവിടെ എത്തുന്ന ആളുകൾക്ക് ലഭിക്കുന്നത്? നിഷ, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മരണസംഖ്യ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയവരുടെ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു. 2 പേർ കൂടി മരിച്ചതായി ഔദ്യോഗികമായി പോലീസും ആശുപത്രി അധികൃതരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ മരിച്ചതായി പറയുന്ന 2 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ പരിശോധനകൾ നടത്തി വരികയാണ്. അതിനുശേഷം മാത്രമാണ് മരിച്ചവർ ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തത കൈവരൂ. ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഉണ്ടായതിനു ശേഷവും ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കാതിരുന്നതാണ് മരണസംഖ്യ ഇത്രയും ഉയരാൻ കാരണമായി പറയുന്നത്. കാരണം ഉണ്ടായതിനു ശേഷം ആ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനം നടത്തുക എന്നത് അസാധ്യമായിരുന്നു. കൂടുതൽ ശബ്ദങ്ങൾ. ശരി റഹീസ്, ദയവായി തുടരുക. വാർത്തയിലേക്ക് തിരിച്ചു വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.